നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് സംഘർഷം ശക്തമാകുന്നു. യുദ്ധം പാതി വഴി കടന്നിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പിന്നീട് ഇത് സമയപരിധിയല്ല, സൈനിക ദൌത്യങ്ങളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതിനിടെ ഇസ്രായേലിലും ഇറാനിലും പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ താൽക്കാലികമായി വൈദ്യുതി തടസ്സപ്പെട്ടു. ഇതിനു പുറമെ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള കപ്പലുകൾക്ക് ടോൾ ഈടാക്കുവാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകി. ഉടൻ ഒരു കരാർ ഉണ്ടാകാത്ത പക്ഷം ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ, എണ്ണക്കിണറുകൾ, വെള്ളശുദ്ധീകരണ പ്ലാന്റുകൾ തകർക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ചർച്ചകൾ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞെങ്കിലും യുഎസുമായി യുദ്ധം അവസാനിപ്പിക്കുവാൻ യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്നതാണ് ഇറാൻ വിദേശകാര്യ വക്താവ് അറിയിക്കുന്നത്. ദുബൈ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കുവൈത്തിന്റെ ക്രൂഡ് ഓയിൽ ടാങ്കർ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. അടിയന്തര പ്രതികരണ സേനാംഗങ്ങൾ വിജയകരമായി തീയണച്ചതായി മീഡിയ ഓഫീസ് അറിയിച്ചു. സംഭവസ്ഥലത്ത് ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും തുടരുകയാണെന്നും സ്ഥിതിഗതികൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടാങ്കറിലെ 24 ക്രൂ അംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. ഇതിനിടെ ഷാർജയിലെ ടെലികമ്മ്യൂണിക്കേഷൻ കെട്ടിടത്തിന് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശത്രുതാപരമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തി. ഇസ്ഫഹാനിലെ ഇറാൻ ആയുധ ശേഖരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച് അമേരിക്ക. ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ആയുധ ശേഖരത്തിൽ 2000 പൌണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതായാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ ചൂണ്ടിക്കാണിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയാണ് കുറിപ്പുകളില്ലാതെ വമ്പൻ സ്ഫോടന ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ഇസ്ഫഹാനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതെന്നാണ് 5 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലുമായി ചേർന്ന് നടത്തിയ സംയുക്തമായ ആക്രമണമാണ് ഇസ്ഫഹാനിൽ ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. 2.3 ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇറാനിയൻ നഗരമാണ് ഇസ്ഫഹാൻ. ബദർ സൈന്യത്തിന്റെ വ്യോമസേനാ താവളവും ഇവിടെയുണ്ട് എന്നാണ് റിപ്പോർട്ട്. 907 കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ആയുധ ശേഖരത്തിലേക്ക് വർഷിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നത്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ ഇരകളെ കാണുവാൻ ചാൾസ് രാജാവിനോട് US നിയമസഭാംഗ ആഹ്വാനം ചെയ്തു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും രാജാവും രാജ്ഞിയും ഏപ്രിൽ അവസാനം US സന്ദർശനം ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുവാൻ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ നിർബന്ധമാക്കിയ നിയമത്തിന്റെ സഹപ്രസ്താവകനായ ഖന്ന ഇരകളുടെ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കത്തിൽ പറയുന്നു. ദുരുപയോഗത്തിനിരയായ എല്ലാവരോടും രാജാവിന്റെ സഹാനുഭൂതി ഉണ്ടെന്നും അത് തുടരുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം മുൻപ് പറഞ്ഞിരുന്നു. US യാത്ര നടന്നാൽ രാജാവും രാജ്ഞിയും വാഷിംഗ്ടൺ DC സന്ദർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുകയും കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുകയും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സന്ദർശനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഉണ്ടാകുവാനാണ് സാധ്യത. ഈസ്റ്ററിന് ശേഷം ആരംഭിക്കാനിരിക്കുന്ന 6 ദിവസത്തെ ഡോക്ടർമാരുടെ സമരം 48 മണിക്കൂറിനകം പിൻവലിക്കണമെന്ന് പ്രധാനമന്ത്രി KR സ്റ്റാമർ ആവശ്യപ്പെട്ടു. സമരം പിൻവലിക്കാത്ത പക്ഷം 1000-ത്തിലധികം ട്രെയിനിംഗ് പ്ലേസസ് നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെ വേതന കരാർ തള്ളിക്കളഞ്ഞ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചതിന് അശ്രദ്ധമായ തീരുമാനമെന്ന് സ്റ്റാമർ വിശേഷിപ്പിച്ചിരുന്നു. ഈ വർഷം തുടങ്ങാനിരുന്ന 1000-ത്തിലധികം ട്രെയിനിംഗ് പ്ലേസസ് ഉൾപ്പെടെ അടുത്ത 3 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 4000 സ്പെഷ്യാലിറ്റി പോസ്റ്റുകൾ സൃഷ്ടിക്കുവാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ തീരുമാനം. പരീക്ഷാ ഫീസ് പോലെയുള്ള ചില വ്യക്തിഗത ചെലവുകൾ സർക്കാർ വഹിക്കുവാനും ശമ്പള നിരക്കുകൾ പ്രോഗ്രഷൻ വേഗത്തിലാക്കുവാനും പദ്ധതിയുണ്ടായിരുന്നു. ജനുവരി മുതൽ ഇരുപക്ഷവും ചർച്ചകൾ നടത്തി വരികയായിരുന്നു. സർക്കാരിന്റെ വിശദീകരണം അനുസരിച്ച് ഈ പരിശീലന അവസരങ്ങൾക്ക് അപേക്ഷകൾ ഏപ്രിൽ ആരംഭിക്കാൻ ഇരിക്കെ അവ ഉൾപ്പെടുത്തുവാനുള്ള അവസാന തീയതി അടുത്ത വ്യാഴാഴ്ചയാണ്. അതിനാലാണ് 48 മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സമരം 6 ദിവസം നീളുന്നതായിരിക്കും. ഇതുവരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ളതായിരിക്കും. രാജ്യത്തിന്റെ എനർജി സുരക്ഷ മെച്ചപ്പെടുത്തുവാൻ നോർത്ത് സീയിൽ കൂടുതൽ എണ്ണവാതക ഖനനം നടത്തുന്നതിന് വലിയ ഗുണമുണ്ടാകില്ലെന്ന് മുൻ സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ആഗോള വിതരണ ശൃംഖലയിലുള്ള
ചോക്ക് പോയിന്റ്സ് കാരണം ഏതൊരു ഫോസിൽ ഇന്ധന ഇറക്കുമതി രാജ്യവും പൂർണ്ണ സുരക്ഷയിലല്ലെന്നും പുതിയ പഠനം വ്യക്തമാക്കുന്നു. സർക്കാർ വേഗത്തിൽ കാറ്റാടി, സൌരോർജ്ജം, കടൽ തിരമാല, ആണവോർജ്ജം തുടങ്ങി ഗ്രീൻ എനർജിയിലേക്ക് മാറണമെന്നും എനർജി കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നും വൈദ്യുതി ഗ്രിഡിന്റെ റിന്യൂവൽ നടത്തണമെന്നും അവർ നിർദ്ദേശിച്ചു. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്ക് നോർത്ത് സീയിൽ വീണ്ടും ഖനനം ആരംഭിക്കണമെന്ന പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വരുന്നത്. ഡർബിയിൽ കാറിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായത് മലയാളിയെന്ന സൂചന. 36 വയസ്സുകാരനായ പ്രതി ഇന്ത്യക്കാരനാണെന്ന് പോലീസ് പുറത്തുവിട്ടിരുന്നു. യുകെയിൽ ഇയാളെത്തിയത് ആശ്രിത വിസയിലാണെന്നും ഇപ്പോൾ പങ്കാളിയുമായി വേർപിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നതെന്നുമാണ് അനൌദ്യോഗികമായ സ്ഥിരീകരണം. IT ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന പ്രതി ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നുവെന്നും സ്ഥിരീകരണമുണ്ട്. എന്നാൽ പ്രതി ഇന്ത്യക്കാരനാണെന്നതിനപ്പുറം പോലീസ് മറ്റൊന്നും പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടേക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF യൂറോപ്പ് സംഘടിപ്പിച്ച മീറ്റ് ദ കോർഡിനേറ്റ് പരിപാടി സമാപിച്ചു. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10-ന് ഓൺലൈനായി ആരംഭിച്ച പരിപാടി യൂറോപ്പിലെയും മറ്റു വിവിധ രാജ്യങ്ങളിലെയും UDF നേതാക്കന്മാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. UDF യൂറോപ്പ് ചെയർമാൻ സിറോഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ സണ്ണി ജോസഫ് സ്വാഗതം പറഞ്ഞു. UDF യൂറോപ്പ് വൈസ് ചെയർമാൻ മുഹമ്മദ് അലി കുനാരി, ജോയിന്റ് കൺവീനർ ടോമി തോണ്ടംകുഴി, റോമി കുര്യാക്കോസ് എന്നിവർ ഏകോപനമൊരുക്കി. അശ്വതി നായർ നന്ദി അറിയിച്ചു. പരിപാടിയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. നേരിട്ടുള്ള സംവാദത്തിനല്ല, ഫേസ്ബുക്ക് സംവാദത്തിനാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് തയ്യാറല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. UDF പിന്തുണയ്ക്കുന്ന RMPI സ്ഥാനാർത്ഥി KK രമയുടെ ചുമരെഴുത്തിന് മീതെ കരിയോയിൽ പ്രയോഗം. വടകര വെള്ളിക്കുളങ്ങരയിലാണ് സംഭവം. RMPI ചെമ്പോല പോലീസിൽ പരാതി നൽകി. സഹകരണ വകുപ്പ് സോഫ്റ്റ്വെയർ കരാറിൽ സർക്കാരിന് തിരിച്ചടി. ടെൻഡർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മെയ് 19 വരെ നടപടികളുമായി മുന്നോട്ടു പോകരുതെന്നാണ് ഉത്തരവ്. 7 IT കമ്പനികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.